അത് ഞാൻ പറഞ്ഞു തരാം അച്ഛ. ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഇയാൾ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യാറുണ്ട്. ഇന്ന് മനഃപൂർവ്വം ഇയാളെന്റെ കയ്യിൽ കടന്നു പിടിക്കാനുണ്ടായത്. എന്നിട്ട് നിർബന്ധിച്ച് എനിക്ക് വളയിട്ട് തരാൻ വേണ്ടി. ഇല്ല ഗുരുദേവ, ഞാൻ വെറുതെ. മിണ്ടരുത്. ഇനി ഒരക്ഷരം മിണ്ടിയാൽ പിന്നെ നിനക്ക് ശബ്ദിക്കേണ്ടി വരില്ല. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ ഗുരുദേവ. ദുഷ്ടൻ, ഇനി ഒരിക്കലും നിന്റെ മുഖം എനിക്ക് കാണണ്ട, വിശ്വാസവഞ്ചകൻ. മനു ചേച്ചി, അവിടെ വരൂ. ഇതെന്താ മനു ചേച്ചി, ചപ്പാത്തി വില്ല് പോലെയാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ശരി സഹോദര, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചല്ലോ. എന്ത് പരിഹരിച്ചെന്ന്? ആ വെള്ളക്കാർ എന്ത് ചെയ്യുന്നു നീ നോക്കിക്കോ. എന്ത് ചെയ്യും? അവർ ദോരക്പൂരിൽ പുതിയൊരു പതാക കൊണ്ടുവന്ന് ഉയർത്താൻ പോവുകയാണല്ലോ. ആണോ? നിങ്ങൾ ഇനി എത്ര പതാക ഉയർത്തിയാലും എല്ലാ പതാകയുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. പതാകയോ? അതെ, പതാക. ഒരു കാര്യം പറയട്ടെ, ആരോടും പറയരുത്. ആജി സാഹിബിനോട് വേണ്ട, ആരോടും പറയണ്ട. ആരോടും പറയണ്ടേ? സത്യം? സത്യം. കാണണ്ടേ? എന്നോടൊപ്പം വാ. മനു ചേച്ചി, നമ്മൾ അജി സാഹിബിന്റെ മുറിയിൽ പോകുന്ന എന്തിനാ? ശരി, കേൾക്ക്. ഞാൻ അകത്തേക്ക് പോവാ. നീ ഇവിടെ എനിക്ക് വേണ്ടി കാവൽ നിൽക്കണം. അതുപോലെ ആരെങ്കിലും അകത്തേക്ക് വരികയാണെങ്കിൽ എന്നെ നീ പെട്ടെന്ന് അറിയിക്കണം. മനസ്സിലായോ? ആ, അത് മനസ്സിലായി. ആരെങ്കിലും അകത്തേക്ക് വരുന്നത് കാണുകയാണെങ്കിൽ ഞാൻ ചേച്ചി ഉറക്കെ വിളിക്കും. ഉറക്കെയല്ല, പതുക്കെ വിളിക്കണം. എന്നാ പതുക്കെ വിളിക്കാം. ഞാൻ ഇപ്പൊ വരാം. ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. കാര്യം നടന്നു. എന്റെ ദൈവമേ, ഇത് ഇനി എന്ത് ചെയ്യും മനു ചേച്ചി? ഇപ്പൊ നിനക്ക് മനസ്സിലാവും.
മനുചേച്ചി എന്തിനായി പതാക ഉണ്ടാക്കിയത്? പ്രാച്ചി, ഈ പതാക നമ്മുടെ സ്ത്രീ സൈന്യത്തിന്റെ പ്രതീകമാണ്. സ്ത്രീ സൈന്യോ? അതെ. പക്ഷെ സൈന്യം എവിടെയാ? നീയുണ്ടല്ലോ. ഞാനോ? അതെ, നീ എന്റെ സൈന്യത്തിലെ ആദ്യത്തെ സൈനികയാണ്. ഞാൻ സൈനികയാണോ? ആ, ഇനി നമ്മൾ എല്ലാരും സൈനികരാണ്. നോക്കിക്കേ, ഇന്ന് ഈ പതാക നമ്മുടെ സ്ത്രീ സൈന്യത്തിന്റെ പ്രതീകമാണെങ്കിൽ നാളെ ഇത് ദേശത്തിന്റെ മുഴുവൻ പ്രതീകമാകും. സക്കുബായ്, നിങ്ങൾ ഈ മിഥ്യാധാരണയിൽ ഇരിക്കണ്ട. നിങ്ങളുടെ സാമർഥ്യം മറ്റാർക്കും മനസ്സിലാകുന്നില്ല എന്ന്. വീണ്ടും ഝാൻസിയുടെ സിംഹാസനം പിടിച്ചടക്കാമെന്നുള്ള നിങ്ങളുടെ മോഹം. പക്ഷെ നിങ്ങളുടെ ഓരോരോ ചലനവും കൃത്യമായി ഞാൻ കാണുന്നുണ്ട്. കൃഷ്ണറാവു ഒരു പാവം. തന്റെ ദത്തുപുത്രൻ എപ്പോഴും ആദ്യ സ്ഥാനമാണ്. പക്ഷേ ഈ വിധിയുടെ ഭാഗ്യത്തിൽ സിംഹാസനമില്ല. നിനക്ക് ജീവിതകാലം മുഴുവൻ അലയാനാണ് വിധി. ലച്ചു, നീ എന്റെ ഭർത്താവിനെ അപഹരിച്ചു. ഞാൻ നിന്റെ സ്വപ്നം അപഹരിക്കും. വേശ്യയുടെ പുത്രൻ. ഝാൻസിയുടെ സിംഹാസനത്തിൽ നീ ഒരിക്കലും ഇരിക്കില്ല. ഗംഗാധര റാവു, താങ്കൾ മാത്രം മുന്നോട്ട് പൊയ്ക്കോളൂ റാവു. ഞാൻ നിന്റെ വഴിയിൽ മുള്ളുകൾ വിതച്ചില്ല എങ്കിൽ എന്റെ പേര് ജാനകി ബായി എന്നല്ല. മഹാറാണി സാഹിബ, ജ്യോതിഷാചാര്യൻ വന്നിട്ടുണ്ട്. വിളിച്ചോളൂ.
പറയൂ ശാസ്ത്രികളെ, എന്ത് വാർത്തയും കൊണ്ടാണ് അങ്ങ് വന്നിരിക്കുന്നത്? മഹാറാണി സാഹിബ്, ഇന്നീ സേവകനെ കാണാനായി താത്യാ ദീക്ഷിത് വന്നിട്ടുണ്ടായിരുന്നു. താത്യ ദീക്ഷിത് വന്നിരുന്നോ താങ്കളെ കാണാൻ? അതെ, മഹാരാജാവ് ഗംഗാധർ റാവുവിന് വേണ്ടി ഒരു കന്യകയുടെ മഹത്തരമായ ജാതകമുണ്ട് അദ്ദേഹത്തിന്റെ കൈവശം. അവളുടെ എല്ലാ ഗുണങ്ങളും മഹാരാജാവിന്റെ ഗ്രഹങ്ങളുമായി യോജിക്കുന്നതാണ്. ആ കന്യകയുടെ പേരെന്താണ്? ആ പെൺകുട്ടിയുടെ പേര് മണികർണിക എന്നാണ് മഹാറാണി സാഹിബ്. ഒരു പക്ഷേ താത്യാ ദീക്ഷിത് ആ പെൺകുട്ടിയെ കണ്ടെത്തുകയാണെങ്കിൽ ഈ ഝാൻസിയിലെ സിംഹാസനം സ്വപ്നം കാണുന്നവരെല്ലാം കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരും. ശാസ്ത്രികളെ, വളരെ ശുഭകരമായ വാർത്തയുമായാണ് താങ്കൾ വന്നത്. ക്ഷമിക്കണം മഹാറാണി സാഹിബ്, ഇത് അവിടത്തേക്ക് ശുഭവാർത്തയാണോ? തീർച്ചയായും. ഇനി താങ്കൾ ഒരു കാര്യം ചെയ്യൂ ശാസ്ത്രികളെ. ആജ്ഞാപിച്ചാലും മഹാറാണി സാഹിബ്. ശീഘ്രം തന്നെ താത്യ ദീക്ഷിത്തിനെ കണ്ട് ആ ജാതകം നേടിയെടുക്കാൻ നോക്കൂ. പക്ഷേ മഹാറാണി സാഹിബ്, ഒരു ജാതകം കൊണ്ട് എന്ത് ചെയ്യാനാണ്? മണികർണികയെ ഞാൻ കൊണ്ടുവരും ശാസ്ത്രികളെ. മനസ്സിലായി. അപ്പോൾ അവിടുന്ന് ഇതുപോലെ മറ്റൊരു... സംസാരം വേണ്ട, പ്രവൃത്തി മതി. ഞാൻ താങ്കൾക്ക് പാരിതോഷികം നൽകുന്നതാണ്. ശാന്ത, ശാന്ത, വരുന്നു വാഹിനി സാഹിബ്. ശുദ്ധമായ ഒരു വസ്ത്രം എടുത്തുകൊണ്ട് വരൂ. ഓ എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ പിടിക്കപ്പെടുമെന്ന്. ഒന്നും സംഭവിക്കില്ല. ഇനി എന്ത് ചെയ്യും? നീ ഇപ്പൊ എന്റെ കൂടെ വാ. സൗരാഷ്ട്രേ സൗമനാഥൈജ ശ്രീശൈല മല്ലികാർജുനൻ. ഇപ്പൊ തന്നെ കണ്ടുപിടിക്കുന്നതൊന്ന്. ഞാൻ പറയാൻ പോവാ, ഞാനൊന്നും ചെയ്തിട്ടില്ലാന്ന്. ഇതെന്താ? ഇതെങ്ങനെയാ കീറിയത്? അത് വാഹിനി സാഹിബ്, എനിക്കൊന്നും അറിയില്ല. പക്ഷേ അത് ഞാൻ... മിണ്ടരുത്. നീയല്ലേ എന്റെ എല്ലാ വസ്ത്രവും കഴുകി വയ്ക്കുന്നത്? ഞാനാ നിന്നെ കുറച്ച് കൂടുതൽ തലയെ കയറ്റി വയ്ക്കുന്നത്. Very good, Sergeant. ഞാൻ തന്നെ ഇതെന്റെ കൈകൊണ്ട് പ്രയോഗിക്കാം. What the hell? ഇതെങ്ങനെ സംഭവിച്ചു? You idiot! ഇതെന്താ ബ്ലാസ്റ്റ് ചെയ്യാത്തത്? എനിക്കറിയില്ല സാർ. What do you mean അറിയില്ലെന്നോ? മനുപ്പായ അമ്പുണ്ടാക്കാനുള്ള ടെക്നിക് പറഞ്ഞു തന്നത് പോലെയല്ലേ നിങ്ങൾ അമ്പുണ്ടാക്കിയത്? യെസ് സാർ. പിന്നെ എന്താണ് ബ്ലാസ്റ്റ് ചെയ്യാത്തത്? ശരി, മറ്റൊരു അമ്പു തരൂ. നെക്സ്റ്റ് ആരോ. Damn.
ആ bloody girl മനു നമ്മളെ എല്ലാവരെയും വിഡ്ഢികളാക്കി. അവൾ അമ്പുണ്ടാക്കാനുള്ള ടെക്നിക് പൂർണ്ണമായി പറഞ്ഞു തന്നില്ല. അവളെ ഞാൻ വിടില്ല. സർ, താങ്കളെ കാണാൻ ധ്രുപദ് വന്നിട്ടുണ്ട്. വിളിക്കയാളെ. നമസ്കാരം സർ. അയ്യോ, അങ്ങയുടെ മുഖം എന്താ ഇങ്ങനെ കറുത്തിരിക്കുന്നത്? കർച്ചീഫ് കൊണ്ടുവരൂ. അത് പോട്ടെ, എന്താണ് പറയാനുള്ളത്? സാർ, ഇന്നലെ രാത്രി ആരും ആ ചുവന്ന കുന്നിന്റെ അടുത്ത് പതാക നാട്ടുന്നത് ഞാൻ കണ്ടു. ആരായിരുന്നു? സാർ, എനിക്ക് തോന്നുന്നത് അത് മനു ആണെന്നാ. മനു ഭായ്. പാവ ശാന്ത, പറയുക എനിക്ക് എന്തറിയാന്ന്. മിണ്ടാതിരിക്കെ, ശാന്ത വരുന്നുണ്ട്. ഇതാ. അല്ല, ധാരാളം പൂക്കൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, പിന്നെന്തിനാ വീണ്ടും കൊണ്ടുവന്നത്? ഇന്ന് ഗോപൂജയ്ക്ക് പോകണമല്ലോ, അതുകൊണ്ട്. ശരി ശാന്ത, ഞങ്ങളിതെല്ലാം കെട്ടിക്കൊണ്ടുവരാം. ഞാനിത് കൊണ്ടുപോവുക. ദൈവമേ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. മനു ചേച്ചി, പൂക്കളുടെ മാല മാത്രമേ മനു ചേച്ചി ഉണ്ടാക്കുള്ളൂ? അങ്ങോട്ട് പോകുന്നില്ലേ? എവിടെ? അവിടെ കുന്നിന്റെ മുകളില് നമ്മൾ സൈനികരാ. പോകാലോ, പക്ഷേ ഹിസ് മജസ്റ്റിയോട് പറയ ബിത്തൂറിലെ കമ്മീഷണർ ജെയിംസ് മാൻസൺ വന്നിട്ടുണ്ടെന്ന്. അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഇറ്റ്സ് വെരി അർജന്റ്. പറഞ്ഞാലും മാൻസൺ സർ. സ്മിത്ത്, ഇതെന്താണ് യുവർ മാജസ്റ്റി? പതാകയാണ്. കാര്യം എന്താന്ന് പറയൂ. കാര്യം ഇതാണ് യുവർ മാജസ്റ്റി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഒരു ചെറിയ പതാക അങ്ങേക്ക് പ്രക്ഷോഭമായിട്ടാണോ തോന്നുന്നത്? പതാക നമ്മുടെ ധർമ്മത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമാണ്. വിത്തൂറിലെ ധാരാളം ക്ഷേത്രങ്ങളിലും വീടുകളിലും ഇതുപോലെ കാണാൻ കഴിയും. അങ്ങേക്ക് ഇതുകൊണ്ട് ഈ പതാക ഇവിടെ ഉണ്ടാക്കിയതാണ്. ഈ പതാക കമ്മീഷണറിയുടെ മുൻപിലുള്ള കുന്നിൽ മനു ഭായ് ആണ് സ്ഥാപിച്ചത്. മിസ്റ്റർ മാൻസൺ, താങ്കളുടെ വാക്കുകൾ അതിരുകടക്കുകയാണെന്ന് ഓർക്കുക. അങ്ങ് ഇങ്ങനെ പറയൂന്ന് എനിക്കറിയാമായിരുന്നു. അതിനാൽ വിറ്റ്നസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ധ്രുപദ്, പറയൂ ഹിസ് മജസ്റ്റിയോട്. ശരി സാർ. ഇന്നലെ രാത്രി മനുഭായ് ഈ പതാക ഇവിടെ സ്ഥാപിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. രാത്രിയിലോ? ഇരുട്ടിൽ ഒരു കൈക്ക് മറ്റൊരു കൈ പോലും കാണാൻ കഴിയില്ല. അപ്പോൾ നീ ആ കുന്നിന്റെ മുകളിൽ മനുവിനെ കണ്ടെന്നോ?